ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിങ്ക്രണസ് മെഷീനിലെ ഓൾട്ടർനേറ്റർ ആയിരുന്നു അല്ലേ. ഓൾട്ടർനേറ്ററും സിങ്ക്രണസ് മോട്ടറാണ് പഠിക്കാൻ നമുക്കുള്ളത്. അതിലെ ഓൾട്ടർനേറ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഓൾട്ടർനേറ്ററിൽ നമ്മൾ EMF ഇക്വേഷൻ വരെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ EMF ഇക്വേഷൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, വൈൻഡിങ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, EMF ഇക്വേഷൻ തൊട്ട് തുടങ്ങാം. ഓക്കെ, റോട്ടർ സ്റ്റേറ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ EMF ഇക്വേഷൻ, അപ്പോൾ EMF ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് കുറച്ച് നൊട്ടേഷൻസ് ആണ്. ഓക്കെ, ആദ്യം അറിയേണ്ടത് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന നൊട്ടേഷൻ, ഇറ്റ് ഈസ് ഫ്ലക്സ് പെർ പോൾ. ഓക്കെ, ഫ്ലക്സ് പെർ പോളാണ് നൊട്ടേഷൻ. പിന്നെ P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് പോൾസ് P. ദെൻ N എന്ന് പറയുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ്, അതായത് സ്പീഡ്. ഓക്കെ, സ്പീഡ് തന്നെ. ഓക്കെ, അപ്പം ഈ ഒരു പോൾ ഉണ്ടാക്കുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ ഫ്ലക്സ് പെർ പോൾ ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർക്കണം, ഒരു പോൾ ഉണ്ടാക്കുന്ന ഫ്ലക്സ്. ഓക്കെ, അപ്പം ഇതിൽ ഒരു പോളിൻ്റെ കാര്യമാണ് ഫ്ലക്സ് എന്ന് ഫൈ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്തൊരു P പോൾ ഉണ്ടെന്ന് വിചാരിക്കും, P പോൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ഫ്ലക്സ് d5 എന്താ വരിക, ഇറ്റ് വിൽ ബി P5. കാരണം ഒരു പോളുണ്ടാകുന്ന ഫ്ലക്സ് ഫൈയും മൊത്തം P പോളുണ്ടെങ്കിൽ P5. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ EMF ഇക്വേഷനുകളൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവറേജ് EMF ആണ്. ഓക്കെ, അതായത് നമ്മുടെ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF പെർ കണ്ടക്ടർ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF പെർ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്കറിയാം, അത് d5/dt ആണ്. ശരിയാണല്ലോ. അപ്പോൾ വി ആർ കൺസിഡറിങ് ഹിയർ ഈ d5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്. അപ്പോൾ P നമ്പർ ഓഫ് പോൾസ് ആണെങ്കിൽ എന്താണ് ടോട്ടൽ ഫ്ലക്സ് എന്തൊരു P5 അല്ലേ. പിന്നെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് വി ആർ കൺസിഡറിങ് ഇൻ സെക്കൻഡ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ റെവല്യൂഷൻ നമ്മൾ എടുക്കുന്നത് 60/n സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പം ഇറ്റ് വിൽ ബി 60/n. അപ്പോൾ എന്ത് വരും, NP5/60 കിട്ടിയല്ലോ, NP5/60. ഈ NP5 നമുക്ക് ഓൾറെഡി അറിയാം, N എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്തു 120f/P അല്ലേ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 120f/P ഇൻറ്റു P5/60. ആ P കട്ടാവും, യു വിൽ ബി ഗെറ്റിംഗ് 2f/5. ഓക്കെ, 2f/5 കിട്ടി. അപ്പോൾ ഈ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 2f/5 എന്ന് പറയുന്നത് ഒരു ഫേസിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഒരു ഫേസിൽ ഉണ്ടാവുന്ന EMF ആണ് ഈ 2f/5. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരു ഫേസിൽ ആകെ ഒരു കണ്ടക്ടറേ ഉണ്ടാവുള്ളൂ അല്ലല്ലോ, ഒരു ഫേസിൽ എത്ര കണ്ടക്ടർ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഒരു ഫേസിൽ ഉണ്ടാവുന്നതാണ് ഇത്. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കേണ്ട അതിനകത്ത് കാര്യം, അപ്പോൾ ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് പെർ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൻ്റെ ആണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഫേസിൽ ഒരു കണ്ടക്ടർ ഒന്നല്ല, ഇനിയും കുറേ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അറിയേണ്ടത് ഒരു കണ്ടക്ടർ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ടേൺ എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു ടേൺ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ടേൺ ആണ്. ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ടേൺ ആണ് എങ്കിൽ, ഇഫ് വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ടേൺ വരും അല്ലേ. അങ്ങനെ ഓരോരോ ടേണുകൾ, അങ്ങനെ ടേണുകൾ അനവധി നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് എൻ്റെ വെച്ചിട്ട് അടുത്ത കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ടേണുകൾ, അപ്പോൾ സിംഗിൾ ടേണിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു ടേൺ മാത്രം, അല്ലെങ്കിൽ ഒരു ടേൺ, ഇങ്ങനെ പല നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാം കേട്ടോ. ഇത് 2 ടേൺ, ഇത് 3 ടേൺ, അങ്ങനെ ടേൺസ് വരും. ടേൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചുറ്റുകളാണ്. ചുറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എൻഡ് ചെയ്യുന്ന സംഭവം, അതാണ് ചുറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു 1 ടേൺ സംഭവമാണിത്. അപ്പോൾ ഈ ഒരു ടേണിൽ നമ്മൾ അറിയേണ്ട കാര്യം, ഒരു ടേണിൽ എത്ര കണ്ടക്ടർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഇതാണ് ഒരു ടേൺ. ഓക്കെ, ഈ ഒരു ടേണിൽ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തതാണ്, ഇതൊരു കണ്ടക്ടറാണ്. അതുപോലെ ഇതും ഒരു കണ്ടക്ടറാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ടേണിൽ എത്ര കണ്ടക്ടർ ഉണ്ടാവും, ഒരു ടേണിൽ ദർ വിൽ ബി 2 കണ്ടക്ടേഴ്സ്. ഓക്കെ, ഒരു ടേണിൽ എത്ര കണ്ടക്ടർ ഉണ്ടാവും, 2 കണ്ടക്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് അനുസരിച്ച് ഒരു ടേണിൽ എത്ര കണ്ടക്ടർ ഉണ്ട്, 2 കണ്ടക്ടർ. ഓക്കെ, ഇഫ് സപ്പോസ് നമ്മൾ T ടേൺസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര കണ്ടക്ടർ ഉണ്ടാവും, 2T കണ്ടക്ടർ. ശരിയല്ലേ, 2T ടേൺ ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ എത്ര കണ്ടക്ടർ ഉണ്ടാവും, 2T. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ 1 ഫേസ് എത്ര വരും,
ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ എ ഫേസ് അല്ലെങ്കിൽ വൺ ഫേസിൽ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2T വരും. ശരിയാണല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു കണ്ടക്ടറിൻ്റെ കാര്യമാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കണ്ടക്ടർ അല്ല ഒരു ഫേസിലുണ്ടാവും, കുറേ കണ്ടക്ടർ ഉണ്ടാവും. അപ്പം ഒരു ഫേസിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള കണ്ടക്ടറിൻ്റെ എണ്ണം 2T ആണെങ്കിൽ നമ്മളുടെ ആവറേജ് EMF എന്താണ് വരിക? ആവറേജ് EMF പെർ ഫേസ് എന്താ വരിക? ഒരു ഫേസിലുള്ള ടോട്ടൽ ആവറേജ് EMF എന്താ വരിക? 2F5 × 2T. ശരിയാണല്ലോ. അപ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി 4/5F × T. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആവറേജ് EMF ആണ്. ശരിയാണല്ലോ. ഇത് നമുക്ക് EMF ഇക്വേഷനൊക്കെ വരെ ആവറേജിലല്ല, RMS വാല്യൂയിലാണ്. എങ്ങനെ RMS വാല്യൂയിലേക്ക് മാറ്റാം? വി ഹാവ് ഓൾറെഡി നോയിങ് ദാറ്റ് ഫോം ഫാക്ടർ എന്ന് പറയുന്ന ടേം ഉണ്ട്. അതെന്താണ്? RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ്. ശരിയാണല്ലോ. ഈ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ അറിയാത്തതാണ് 1.1. അപ്പോൾ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 1.11 × ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എന്ന് വെച്ചാൽ 4/5F × T. അപ്പോൾ ടോട്ടൽ യു വിൽ ബി ഗെറ്റിംഗ് 4.445 × F × T. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണുള്ളത്? ഇതാണ് നിങ്ങളുടെ എന്ത് RMF ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് ഒരു ടേണിലാണെങ്കിൽ 2 കണ്ടക്ടർ ഉണ്ട്. ഇനിയിപ്പോൾ കണ്ടക്ടറിൻ്റെ ടേംസിലാണ് എഴുതുന്നുണ്ടെങ്കിൽ എന്താ വരിക? ഇറ്റ് വിൽ ബി 4.445 × 4.44 അല്ല, കാരണം ഇത് മാറി Z ആവുമല്ലോ. അപ്പം Z ആവുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് കിട്ടും? നമ്മൾ കണ്ടക്ടറിൽ എഴുതുമ്പോൾ എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് 2.225F × Z. ക്ലിയർ? ടേൺസ് ആകുമ്പോൾ ഇത് ഡബിൾ ആവും. നമ്മുടെ കണ്ടക്ടേഴ്സ് ആകുമ്പോൾ Z എന്ന് വരും. ഓക്കെ, കാരണം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ 2 അല്ല, അപ്പോൾ T/2 എന്നാണ് വരിക, അല്ലെങ്കിൽ Z/2 എന്നാണ് വരിക. അപ്പോൾ 2.225F Z. ഇതാണ് നിങ്ങളുടെ EMF ഇക്വേഷൻ. ഓക്കെ, ചില സ്ഥലത്ത് നിങ്ങൾ കാണും EMF ഇക്വേഷൻ ഇങ്ങനെ മാത്രമല്ല, നമ്മളൊരു പുതിയ 2 വൈൻഡിങ്ങുകളും കൂടി ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ 2 വൈൻഡിങ് ആണ് KPയും KDയും. KP എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡും നമ്മൾ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങും കൂടി കൺസിഡർ ചെയ്താൽ ഉണ്ടാവുന്ന വൈൻഡിങ്ങുകളാണ് KPയും KDയും. ഓക്കെ, അങ്ങനെയും കൂടി വരുമ്പോൾ നമ്മുടെ RMS ഇക്വേഷൻ്റെ വാല്യൂ മാറും. എന്താണ് KP KD എന്നൊക്കെ പറയാം. RMS ഇക്വേഷൻ്റെ വാല്യൂ മാറും. എന്താവും? 2.225F Z × KP KD എന്നാവും. ഇവിടെ അതുപോലെ തന്നെ KPയും KDയും വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് EMF ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ EMF ഇക്വേഷൻ നമ്മളൊന്ന് നോക്കണം, കാരണം അതിൻ്റെ ഇത് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഓക്കെ, അപ്പോൾ EMF ഇക്വേഷൻ നോക്കുക. ഇതാണ് നമ്മളുടെ EMF ഇക്വേഷൻ. ഒന്നെങ്കിൽ 2.225F Z അല്ലെങ്കിൽ 4.445F T. ഓക്കെ, KPയും KDയും ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ആരെ പഠിക്കാൻ? EMF ഇക്വേഷനിൽ പഠിക്കും. അപ്പോൾ EMF ഇക്വേഷനിൽ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ടേണും കണ്ടക്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ടേണും കണ്ടക്ടറും കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ ടോപ്പിക്കിൻ്റെ പേരാണ് ആർമേച്ചർ വൈൻഡിങ്. ഓക്കെ, ആർമേച്ചർ വൈൻഡിങ് എന്നാണ് നമ്മളുടെ ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ്ങിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ആർമേച്ചർ വൈൻഡിങ്ങിൽ ആക്ച്വലി നമ്മളുടെ ഈ സിംഗ്രണസ് മെഷീനിൽ വൈൻഡിങ്ങുകൾ പഠിക്കുമ്പോൾ ഒരു 5-6 ടേമുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ടേമാണ് സിംഗിൾ ലെയർ. ഓക്കെ, രണ്ടാമത്തെ ടേമാണ് നമ്മുടെ ഇവിടെ എഴുതാം. രണ്ടാമത്തെ ടേമാണ് ഡബിൾ ലെയർ. മൂന്നാമത്തെ ടേമാണ് ഫുൾ പിച്ച് വൈൻഡിങ്. ഓക്കെ, ദെൻ നാലാമത്തെ ടേമാണ് ഷോർട്ട് പിച്ച് വൈൻഡിങ്. ദെൻ നമ്മുടെ അഞ്ചാമത്തെ ടേമാണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. ഓക്കെ, ആറാമത്തെ ടേമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. അങ്ങനെ നമ്മൾക്ക് 5-6 ടേമുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗം വരുന്ന വൈൻഡിങ്ങുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതൊക്കെയാണ്. ഈ ഡബിൾ ലെയർ, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, ഷോർട്ട് പിച്ച് വൈൻഡിങ്. ബാക്കിയൊക്കെ നെഗ്ലക്റ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് കൂടുതലായിട്ടും നമ്മൾക്ക് ഹാർമോണിക്സ് റിഡക്ഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള EMFനും വേവ് ഫോമിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന വൈൻഡിങ്ങുകളാണ് ഈ 3 ഏതൊക്കെ? നമ്മുടെ ഡബിൾ ലെയർ വൈൻഡിങ്, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, അതുപോലെ തന്നെ
ഷോർട്ട് പിച്ച് വൈൻഡിങ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റുകൾ നോക്കാം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കേട്ടാൽ മതി. പിന്നെ ഈ വൈൻഡിങ്ങുകളിൻ്റെ ഒരു പ്രത്യേകതകൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 വൈൻഡിങ്ങുകൾ ചൂസ് ചെയ്തതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 3 വൈൻഡിങ് ചൂസ് ചെയ്യുന്ന കാര്യം മെയിൻ ഈ ഹാർമോണിക്സ് റിഡക്ഷൻ തന്നെയാണ് ആക്ച്വലി. ഓക്കെ, അപ്പം ഹാർമോണിക്സ് റിഡക്ഷൻ്റെ പോയിന്റ് പറയുമ്പോൾ ശരിക്കും ഈ ഹാർമോണിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഓഡ് ഹാർമോണിക്സ് ആണ് കൂടുതലും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഹാർമോണിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറിലാണ് വരിക. ഓക്കെ, 3, 5, 7, 9, 11, 13 അങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ വി ക്യാൻ സേ നമ്മളെ 3ഉം 5ഉം 7ഉം. ഓക്കെ, നമ്മളെ 3ഉം 5ഉം 7നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി വിൽ കോൾ ഇറ്റ് ആസ് ഡോമിനൻ്റ് ഹാർമോണിക്സ്. ഓക്കെ, നമ്മൾ ആ 3, 5, 7 പറഞ്ഞവരാണ് ഡോമിനൻ്റ് ഹാർമോണിക്സ്. അതുപോലെ ഈ 9 തൊട്ട് അങ്ങോട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹയർ ഓർഡർ ഹാർമോണിക്സ് എന്നും പറയുന്നത്. ഓക്കെ, ഇതിനാണ് ഹയർ ഓർഡർ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യാം. അതുപോലെ ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ വൈൻഡിങ്ങുകളിൽ നമ്മൾ പറഞ്ഞ 3 വൈൻഡിങ്ങുകൾ, ഈ വൈൻഡിങ്ങുകളെ ഏതൊക്കെ ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യാനാണ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഏതൊക്കെ ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വൈൻഡിങ്ങുകൾ എന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പം ഈ ഇതിൽ പിന്നെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ ഷോർട്ട് പിച്ച് വൈൻഡിങ് തന്നെ 2ആയി തിരിയുന്നുണ്ട്. ഓക്കെ, ഈ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങിനെ നമുക്ക് 2ആയി തിരിക്കാം. ഒന്നാമത്തത് ഇൻ്റഗ്രൽ സ്ലോട്ട് വൈൻഡിങ്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ് ആണ് കേട്ടോ. ഇൻ്റഗ്രൽ സ്ലോട്ട് വൈൻഡിങ്ങും അതുപോലെ ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്. ഓക്കെ, ഇതിൽ തന്നെ ഇതാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഇത് വേണ്ട. ഓക്കെ, അപ്പോൾ ആ പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഓരോ ഹാർമോണിക്സ് ഏതൊക്കെ വൈൻഡിങ് ഏതൊക്കെ ഹാർമോണിക്സിനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു പോയിന്റ് നോക്കാം. അപ്പോൾ അതിലാദ്യം തന്നെ ഓർത്ത് വയ്ക്കാം, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഇസ് ടു റെഡ്യൂസ് ഹയർ ഓർഡർ ഹാർമോണിക്സ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ത് എലിമിനേറ്റ് ചെയ്യണം, ഹയർ ഓർഡർ ഹാർമോണിക്സ് എലിമിനേറ്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞ 9, 11, 13 അങ്ങനത്തെ ഹയർ ഓർഡർ ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യുന്ന ആളാണ് ആര്, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഇനി അടുത്തത് അവർ ഷോർട്ട് പിച്ച് വൈൻഡിങ്. ഓക്കെ, ഷോർട്ട് പിച്ച് വൈൻഡിങ് ആരെ റെഡ്യൂസ് ചെയ്യുക വെച്ചാൽ ഈ പറഞ്ഞ ഡോമിനൻ്റ് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ലോവർ ഓർഡർ ഹാർമോണിക്സ്. ഓക്കെ, ലോവർ ഓർഡർ ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യാനാണ് നമ്മളുടെ ഷോർട്ട് പിച്ച് വൈൻഡിങ് എന്നുള്ള പോയിന്റും കൂടി നോക്കാം. അപ്പോൾ ചോദിക്കാം, ഓക്കെ, ഏത് ഹാർമോണിക്സ് ആണ് റിഡക്ഷൻ നടത്തുന്നത് വെച്ചാൽ ഷോർട്ട് പിച്ച് ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ലോവർ. ഓക്കെ, ഷോർട്ട് പിച്ച് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പഠിക്കാമല്ലോ. അപ്പോൾ ഷോർട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ലോവർ വരും. അപ്പോൾ ഷോർട്ട് പിച്ച് ലോവർ ഓർഡർ ഹാർമോണിക്സ്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഹയർ ഓർഡർ ഹാർമോണിക്സ് റിഡക്ഷനും ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഉള്ളവരെ ഞാൻ പറഞ്ഞു, ഇതിൽ നമുക്ക് ഡബിൾ ലെയർ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഈ ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ് ഉണ്ട്. ഈ സ്ലോട്ട് വൈൻഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും ഹാർമോണിക്സ് എലിമിനേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എലിമിനേറ്റ് എന്ത് ഹാർമോണിക്സ് റിഡക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എലിമിനേറ്റ് സ്ലോട്ട് ഓർ ടൂത്ത് ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മുടെ ഫ്രാക്ഷണൽ സ്ലോട്ട്. ഓക്കെ, സ്ലോട്ട് അല്ലെങ്കിൽ ടൂത്ത് ഹാർമോണിക്സ് റിഡക്ഷന് വേണ്ടിയാണ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്സ് യൂസ് ചെയ്യും. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുക. ഓക്കെ, നമ്മളപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാലും മതിയാവും. അപ്പം ആ പോയിന്റ്സ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഈ ഹാർമോണിക്സിനെ പറ്റി അറിയേണ്ട കുറച്ച് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ഇത് പറയുമ്പോൾ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ആർമേച്ചർ വൈൻഡിങ്ങുകളിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടക്ടർ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് കണ്ടക്ടർ എന്നുള്ളത്? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലെങ്ത് ഓഫ് വയറാണ് അല്ലേ. അത് ഫീൽഡ് ഫ്ലക്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം വർക്ക് ചെയ്യുന്ന ഒരു വയറാണ് ആക്ച്വലി എന്ത് കണ്ടക്ടർ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദ ആക്റ്റീവ് ലെങ്ത് ഓഫ് വയർ ഫീൽഡ് ഇൻഫ്ലുവൻസിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ടേൺ എന്താണ് എന്നുള്ളതാണ്. ടേൺ. ഓക്കെ,
ടേൺ എന്ന് പറയുന്നത് ശരിക്കും ഈ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആരെ ഉണ്ടാക്കുന്ന ടേൺ അല്ലേ? കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണുള്ളത്, ഓക്കെ, ഇങ്ങനെയാണുള്ളത്. ഇത് ഒരു ടേണാണ് അല്ലേ? ഒരു ടേണിൽ എത്ര കണ്ടക്ടർ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കണ്ടക്ടർ, ഇവിടെ ഒരു കണ്ടക്ടർ. അപ്പോൾ എത്ര ഒരു മൊത്തം 2 കണ്ടക്ടറാണ് ഉള്ളത്. ഒരു ടേൺ എന്ന് പറയുന്നത് 2 കണ്ടക്ടേഴ്സ്. ക്ലിയർ? അപ്പോൾ ഞാൻ ചോദിച്ചേക്കട്ടെ, 2 ടേൺ എന്ന് പറയുമ്പോൾ എത്ര കണ്ടക്ടർ ഉണ്ടാവും? 2 ടേൺ എന്ന് പറയുമ്പോൾ 4 കണ്ടക്ടർ ഉണ്ടാവും, ശരിയല്ലേ? സിമിലർലി 3 ടേൺ എന്ന് പറയുമ്പോൾ 6 കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതങ്ങനെ അങ്ങ് പോകും അല്ലേ? ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അടുത്തൊരു T ടേൺസ് ഉണ്ട്. T ടേൺസ് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ എത്ര വരും? 2T കണ്ടക്ടറുകൾ വരും, ശരി? നിങ്ങൾ എത്രയാണുള്ളത് അതിന് ഡബിൾ. ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഞാനൊരു പേരിട്ട് വിളിക്കുവാണ് Z. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് Z ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി Z/2, ശരിയാണല്ലോ? അതുപോലെ തന്നെ നമുക്ക് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഈസ് ഈക്വൽ ടു Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി 2T, ശരിയല്ലേ? അപ്പോൾ T ടേൺസിന് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. T ടേൺസിന് എത്ര കണ്ടക്ടർ? Z/2 കണ്ടക്ടർ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z ആണെങ്കിൽ എത്ര വരും? 2T കണ്ടക്ടറുകൾ വരും. ഓക്കെ, 2T കണ്ടക്ടേഴ്സ് വരും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2T. എത്ര ടേൺ ആണോ ഉള്ളത് അതിൻ്റെ ഡയറക്റ്റ് ഡബിൾ ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മളെ കയ്യിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ ഫേസ്. ഓക്കെ, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ ഫേസ് നമ്മൾ ZPH എന്ന് വിളിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നോർമലായിട്ട് നമ്മുടെ കയ്യിലുള്ള കണ്ടക്ടേഴ്സ് ഫേസ് 3 ആണ് അല്ലേ? അപ്പോൾ വി ക്യാൻ റൈറ്റ് അവർ Z ഫേസ് ആസ് Z/3, കാരണം നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z ആണ്, ഡിവൈഡഡ് ബൈ 3. ഇതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസും ഉണ്ടല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ടേൺസ് ഇസ് ഡിനോട്ടഡ് ആസ് T ഫേസ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ N ഫേസ് എന്നോ വിളിച്ചോ, പ്രശ്നമില്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ താല്പര്യം T ഫേസ് എന്ന് വിളിക്കാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസിന് നമുക്ക് എന്ത് ചെയ്യാം? T/3 എന്ന് വിളിക്കാമല്ലോ, കാരണം 3 എണ്ണമല്ലേ ഉള്ളത്. ഓക്കെ, ഈ നമ്പർ ഓഫ് T ഇതിൻ്റെ അകത്ത് T എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? Z/2, ശരിയല്ലേ? അപ്പോൾ Z/2 × 3, അപ്പോൾ എത്ര കിട്ടും? Z/6. ഓക്കെ, Z/6 നമ്മൾ Z ഫേസിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി Z ഫേസ്/2 അല്ലേ? കാരണം Z ഫേസ് എന്ന് പറഞ്ഞാൽ Z/3 അല്ല. അപ്പോൾ Z/3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ മാത്രം എന്ത് ചെയ്താൽ Z ഫേസ് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ T ഫേസിന് ഇങ്ങനെയൊക്കെ എഴുതാം എന്നാണ് ഓർത്തത്. അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ T ഫേസ് എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ Z ഫേസ് ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അപ്പോൾ കണ്ടക്ടറായി. ഇനി അപ്പോൾ ആ ടേം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 2 ടേം നമ്മൾ പഠിച്ചു, കണ്ടക്ടർ പഠിച്ചു, അതുപോലെ ടേണും പഠിച്ചു. കഴിഞ്ഞു കേട്ടോ, ടേൺസ് കഴിഞ്ഞു. ഇനി അടുത്ത കോയിൽ എന്താണെന്ന്. ഓക്കെ, കോയിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേ ടേണുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് മിനിമം നമ്പർ ഓഫ് അല്ലെങ്കിൽ മിനിമം ടേൺസ് റിക്വയർഡ് ടു മേക്ക് എ കോയിൽ. ഒരു കോയിൽ ഉണ്ടാക്കാനുള്ള മിനിമം നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഒരു കോയിൽ ഉണ്ടാക്കാൻ മിനിമം ഒരു ടേൺ മതിയല്ലോ. അതായത് ഒരു ടേൺ എന്ന് പറഞ്ഞാൽ എത്ര കണ്ടക്ടർ വേണം? 2Z കണ്ടക്ടർ വേണം, ശരിയാണല്ലോ? ഇങ്ങനെ ഒരു ടേൺ കൊണ്ട് ഉണ്ടാക്കുന്ന കോയിലുകളെ നമ്മൾ വിളിക്കുക ഇറ്റ് ഈസ് കോൾഡ് ആസ് സിംഗിൾ ടേൺ കോയിൽ. ഓക്കെ, ഇനി ഒരു കോയിൽ 2 ടേൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര കണ്ടക്ടർ വരും? 4 കണ്ടക്ടേഴ്സ് വരും. നിങ്ങൾ 4 കണ്ടക്ടേഴ്സ് വരും. അതിന് 3 ടേൺ ആണെങ്കിലോ 6 കണ്ടക്ടേഴ്സ് അല്ലേ? അപ്പോൾ ഇങ്ങനെ 2 ടേൺ കൊണ്ട് ഉണ്ടാക്കുന്ന കോയിലുകളെ നമ്മൾ എന്ത് വിളിക്കും? വി ക്യാൻ കോൾ ഇറ്റ് ആസ് 2 ടേൺ കോയിൽ. ഓക്കെ, ഇനി അതുപോലെ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അടുത്ത് N ടേൺ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എത്ര കണ്ടക്ടർ വരും? 2N കണ്ടക്ടേഴ്സ് വരും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ N ടേൺ കൊണ്ട് ഉണ്ടാക്കുന്ന കോയിലുകളെ നമുക്ക് വിളിക്കാം വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ N ടേൺ കോയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തം ഈ കോയിലുകൾ നമ്മൾ പറയുന്ന ടേണിൻ്റെ അനുസരിച്ചിട്ടാണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യാം. ഇനി അടുത്തൊരു ടേം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു ടേമാണ് കോയിൽ സൈഡ്.
ഓക്കെ. അപ്പം കോയിൽ അപ്പോൾ നമ്പർ ചെയ്യത് ഇത് 1, ഇത് 2, ഇത് 3 തേർഡ് ടേം. ഇനി ഫോർത്ത് ടേം കോയിൽ സൈഡ്. ഓക്കെ, എന്താണ് കോയിൽ സൈഡ് എന്നുള്ളതാണ്. അപ്പം ശരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വടികൾ എന്ന് പറയുന്ന ടേണുകൾ. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടൊക്കെ ഒരു ബണ്ടിൽ പോലെ ഉണ്ടാക്കിയതാണ് ആക്ച്വലി ഒരു കോയിൽ. ഈ മൊത്തം ബണ്ടിലിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഒരു കോയിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു സൈഡ് ഉണ്ട്, ഇവിടെ ഒരു സൈഡ് ഉണ്ട്. ശരി, അപ്പം മൊത്തം ഈ ബണ്ടിലുകൾ ഇങ്ങനെ വടികൾ പോലെ വെച്ച് അതിനൊറ്റ ഒരു ബണ്ടിൽ പോലെ. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊത്തം ഒരു സെറ്റ് ഓഫ് പെന്നോ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വെച്ചൊരു കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫിഗറിനാണ് നമ്മൾ ബണ്ടിൽ അല്ലെങ്കിൽ കോയിൽ എന്ന് പറയാം അല്ലേ. അതിനല്ലേ നമ്മൾ കോയിൽ എന്ന് പറയാം. അപ്പോൾ അതിന് 2 സൈഡുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 2 സൈഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 സൈഡ്സിന് ഉള്ളൊരു കോയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാ കോയിലിനും എപ്പോഴും എന്തുണ്ടാവും? 2 സൈഡ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതിനാണ് കോയിൽ സൈഡ് എന്ന് പറയുക. അപ്പോൾ ഇതൊരു കോയിൽ സൈഡാണ്, ഇത് 1 കോയിൽ സൈഡ് എന്ന് പറയും. ഇതിനെ സെക്കൻഡ് കോയിൽ സൈഡ് എന്ന് പറയും, അതായത് കോയിൽ സൈഡ് 2 എന്ന് പറയും. ഓക്കെ, അപ്പം ഒരു കോയിലിന് എത്ര സൈഡ് ഉണ്ടോ? 2 സൈഡ് ഉണ്ടാവും. അതുപോലെ ഈ സൈഡുകളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ആർമേച്ചർ സ്ലോട്ടുകളിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോയിൽ സൈഡുകളൊക്കെ എവിടെയാണ് പ്ലേസ് ചെയ്യുക? ആർമേച്ചർ സ്ലോട്ടുകളിലുമാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ നമ്മളൊരു കോയിൽ സൈഡ് 1 ആക്കി എടുക്കാം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇത് ലൈൻസ് പോവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊറ്റ ബണ്ടിലാന്ന് പറയാം, ശരിയല്ലേ? അപ്പോൾ ഇത് കോയിൽ സൈഡ് 1, ഇതെന്താണ് കോയിൽ സൈഡ് 2. ഈ കോയിൽ സൈഡ് 1ൽ എത്ര ടേൺസ് ഉണ്ട് നമ്മൾ നോക്കിയാൽ 1, 2, 3 അല്ലേ. കംപ്ലീറ്റ് ആയിട്ട് എത്ര വരും? 3 ടേണുകൾ വരും. 3 ടേണുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നെ വരും? 1, 2, 3 ടേണുകൾ. ഓക്കെ, അങ്ങനെ ടോട്ടൽ നമ്മൾ ടേണുകൾ എന്ന് പറയുന്നത് 6 അല്ല, ശ്രദ്ധിക്കണം, 3 തന്നെയാണ് അല്ലേ. പക്ഷെ എത്ര കണ്ടക്ടർ ഉണ്ടാവും? 6 കണ്ടക്ടർ ഉണ്ടാവും. ഓക്കെ, ഇവിടെയും 6 കണ്ടക്ടർ ഉണ്ടാവുമോ? അങ്ങനെയല്ല, ഇത് മൊത്തത്തിൽ എത്ര കണ്ടക്ടറേ ഉള്ളൂ? 6 കണ്ടക്ടറും 3 ടേണേ ഉള്ളൂ അല്ല. പക്ഷെ ഇവിടെ പറയുമ്പോൾ ഇവിടെ 3 ടേൺ ഉണ്ട്, ഇവിടെ 3 ടേൺ ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരൊറ്റ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ടേണും ഇതൊരു ടേൺ ഇതൊരു ടേൺ. അപ്പോൾ മൊത്തത്തിൽ 3 ടേണും എത്ര കണ്ടക്ടർ ഉണ്ടാവും? 6 ടേണുകൾ ഉണ്ടാവും. അപ്പോൾ എത്ര കണ്ടക്ടേഴ്സ് വേണം ഇവിടെ മേക്ക് ചെയ്യാൻ? 6 കണ്ടക്ടേഴ്സ് വേണം എന്ത് ചെയ്യാൻ? ഒരു 3 ടേൺ കോയിൽ മേക്ക് ചെയ്യാൻ. ഓക്കെ, എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ 2 കോയിൽ സൈഡ്സിലും നമ്പർ ഓഫ് ടേൺസ് ഒക്കെ എന്താണ്? സെയിം ആണ്. കണ്ടില്ലേ നിങ്ങളിവിടെ 3 ടേൺ, ഇവിടെ 3 ടേൺ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഒക്കെ 2 കോയിൽ സൈഡ്, ഇപ്പോൾ ഒരു കോയിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡായാലും 2 കോയിൽ സൈഡായാലും രണ്ടിലും എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്തിൻ്റെ കൺസെപ്റ്റ്? കോയിൽ സൈഡിൻ്റെ കൺസെപ്റ്റ്. ഇതാണ് നമ്മൾ 4th വൺ. ഇനി 5th വൺ പറയുകയാണെങ്കിൽ അടുത്ത ടേമാണ് കോയിൽ സ്പാൻ. കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം സ്പാനും റേഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0 മുതൽ 100 വരെ എന്ന് പറയുന്നതാണ് റേഞ്ച്. ഈ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ പോലെ 0 മുതൽ 100 വരെയുള്ളതാണ് നമ്മൾ റേഞ്ച്. സ്പാൻ എന്ന് പറയുന്നത് 0 മുതൽ 100 വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുക? സ്പാൻ അല്ലെങ്കിൽ ലെങ്ത്തിനാണ് പറയുന്നത് സ്പാൻ. ഓക്കെ, അപ്പോൾ കോയിൽ സ്പാൻ്റെ ആക്ച്വൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോയിൽ സൈഡ്സ്. ഓക്കെ, 2 കോയിൽ സൈഡ് എടുക്കുക, അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഏതിൻ്റെയൊക്കെ ടേംസാണ്? ഇൻ ടേംസ് ഓഫ് ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? മെക്കാനിക്കൽ ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ 2ൻ്റെ ടേംസിലും എന്ത് ചെയ്യാം? കോയിൽ സ്പാന് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഇതിന് വേറെ തരത്തിൽ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ലോട്ട്സ്, എത്ര സ്ലോട്ട്സ് ആണ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ 2 സൈഡ്സ്. ഈ 2 സൈഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത് എത്ര സ്ലോട്ട് ഉണ്ടോ ആ സ്ലോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? എത്ര സ്ലോട്ട്, ഇപ്പോൾ എത്ര സ്ലോട്ടാണോ ഉള്ളത് അത്രയും സ്ലോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? കോയിൽ സ്പാൻ എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചാണ്. സ്ലോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിനാണ് ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ സപ്പോസ് ഇങ്ങനെ കുറേ ഉണ്ടെന്ന് വിചാരിക്കും, നിങ്ങളടുത്ത് ഇങ്ങനെ കുറേ സ്ലോട്ടുകളുണ്ട്
ഓക്കെ, ഇങ്ങനെ കുറേ സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ ഇഫ് യു ആർ ഹാവിങ്, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനെ നമ്പർ ചെയ്യുക. 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8, ഇത് 9. ഓക്കെ, ഇത് 10. ഓക്കെ, നിങ്ങളുടെ അടുത്ത് 10 കോയിലുണ്ട്. ഓക്കെ, 10 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കോയിൽ സൈഡ് 1 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു കോയിലിൻ്റെ കോയിൽ സൈഡ് 1 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ കോയിൽ സൈഡ് 1ൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കുറേ ടേണുകളുണ്ട്. ശരിയാണല്ലോ, ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഉണ്ടാവും, ഇതിങ്ങനെ പോകുന്നുണ്ട് ലൈൻസ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ കോയിൽ സൈഡിൻ്റെ അതർ എൻഡ് ഏതായിരിക്കും? അതായത് മറ്റേ എൻഡ് ഏതായിരിക്കും വരിക? അപ്പം നമ്മൾ പറഞ്ഞു ഈ കോയിൽ സൈഡ് ഞാനിപ്പോൾ ഇതൊരു 3 ടേൺ കോയിലാണ്. ഓക്കെ, ഇവിടെ ഒരു 3 ടേൺസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അതവിടെ നിൽക്കട്ടെ, എത്ര ടേണോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. 3 ടേൺ കോയിൽ വെച്ചാൽ അതുകൊണ്ടാണ് 3 ലൈൻസ് പോകുന്നത്. അപ്പോൾ ഇതൊരു ഒരു കോയിലിൻ്റെ ഒരു സൈഡ്. ഓക്കെ, ഇതിൻ്റെ ഒരു മറു സൈഡ് ഉണ്ടാവുമല്ലോ, ആ മറു സൈഡ് എവിടെയാണ് വരിക? അതായത് ആ അതർ എൻഡ് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻഡാണ് വരിക. അതായത് ഇറ്റ് വിൽ ബി ഹിയർ. ശരിയല്ലേ? ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് എൻഡ് വരിക. കാരണം ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ എൻഡ് ചെയ്യണ്ടേ, ഇതിവിടെ വന്നിട്ടാണ് എൻഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിട്ടാണ് ഇത് എൻഡ് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. ഇപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ എൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഫസ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്ത് 10ൽ എന്ത് ചെയ്യുള്ളൂ, എവിടെ എൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ ഫസ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്ത് 10ൽ എൻഡ് ചെയ്യുന്ന ഈ ഒരു ലെങ്ത് ഇല്ലേ, ഈ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്ത്, 2 കോയിൽ സൈഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഇത് ടേം കറക്റ്റ് ആയില്ലേ? അപ്പോൾ 2 കോയിൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇത് ഫസ്റ്റ് കോയിൽ സൈഡും സെക്കൻഡ് കോയിൽ സൈഡും. ഈ 2 കോയിൽ സൈഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയുക, കോയിൽ സ്പാൻ എന്ന് പറയാം. അതായത് ഈ ഫസ്റ്റ് തൊട്ട് എത്ര വരെ, 10 വരെയുള്ള ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ പറയുക. ഇനി അല്ലെങ്കിൽ നമ്മൾ പറയാം, ഇതവിടെ പറഞ്ഞു 2 സൈഡ് നമ്മുടെ ഇടയിലുള്ള എത്ര സ്ലോട്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ 2 സൈഡിൻ്റെ ഇടയിൽ എത്ര സ്ലോട്ട് ഇൻക്ലൂഡഡ് അത് നോക്കണം. ഓക്കെ, അപ്പോൾ 2 സൈഡിൻ്റെ ഇടയിൽ എത്ര സ്ലോട്ട് ഉണ്ട്? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 9 സ്ലോട്ട്സ്. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിസ്റ്റൻസ് 9 സ്ലോട്ട് ആണെങ്കിൽ ഇതിൻ്റെ കോയിൽ സ്പാൻ എന്ന് പറയാൻ 9 സ്ലോട്ട്സ് ആണ് വരിക. ഓക്കെ, എങ്ങനെയാണ് ഡിസ്റ്റൻസ് കിട്ടിയത്? എപ്പോഴും കോയിൽ സ്പാൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ എൻഡിങ് സ്ലോട്ട്. ഏതാണോ എൻഡിങ് സ്ലോട്ട് മൈനസ് നമ്മളുടെ സ്റ്റാർട്ടിങ് സ്ലോട്ട്. ഓക്കെ, ആ എൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് സ്ലോട്ട് എടുക്കുക, സ്റ്റാർട്ടിങ് നമ്പർ ഓഫ് സ്ലോട്ട് എടുക്കുക. അതിൻ്റെ ഡിഫറൻസ് ആണ് എപ്പോഴും എന്ത് വരിക, കോയിൽ സ്പാൻ വരിക. ഓക്കെ, ഇനി അത് നമ്മൾ പറഞ്ഞു ഏത് മെക്കാനിക്കൽ ഡിഗ്രിയോ ഇലക്ട്രിക്കൽ ഡിഗ്രിയോ എന്താവാം. മെക്കാനിക്കൽ ഡിഗ്രി ഇലക്ട്രിക്കൽ ഡിഗ്രി ഒക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് സ്ലോട്ടിൻ്റെ എണ്ണം അറിയെങ്കിൽ അതിൻ്റെ ആംഗിൾ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ നമുക്ക് എന്ത് ചെയ്യും, മെക്കാനിക്കൽ ഡിഗ്രി ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ പറയാം. അപ്പോൾ ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ഈ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്റ്റാർട്ടിങ് എൻഡ് ഈ എൻഡിങ് സൈഡും ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് ചെയ്യുക, കോയിൽ സ്പാൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത ഒരു ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് വണ്ണാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് തിങ് പഠിക്കാനുള്ളത് പോൾ പിച്ചാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് പോൾ പിച്ച്. പോൾ പിച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പോൾസ്. 2 അഡ്ജസൻറ്റ് പോൾസ് എടുത്ത് അതിനെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മളെന്ത് പറയുക, പോൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇഫ് യു ആർ ഹാവിങ്, ഇവിടെ നമ്മുടെ ഒരു സ്റ്റേറ്ററും ഒരു റോട്ടറും നമ്മളുടെ കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റർ റോട്ടർ കണ്ടക്ടറുകളിൽ നമുക്ക് നോക്കുമ്പോൾ ഇത് നോർത്ത്, ഇത് സൗത്ത്. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. ഇനി ഇതിങ്ങനെ, ഇതിൻ്റെ പുറത്ത് സ്റ്റേറ്റർ. ഓക്കെ, സ്റ്റേറ്ററൊക്കെ ചെരിഞ്ഞു പോയല്ലോ. ഓക്കെ, ഇത് റോട്ടർ, എന്താണ് സ്റ്റേറ്റർ. ഓക്കെ,
അപ്പോൾ ഈ സ്റ്റേറ്ററിൻ്റെ അകത്ത് ഒരുപാട് സ്ലോട്ടുകളുണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്റ്റേറ്ററിൻ്റെ അകത്ത് ഒരുപാട് സ്ലോട്ടുകളുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് റോട്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റോട്ടർ. ഇതാണ് നമ്മളുടെ എന്ത് സ്റ്റേറ്റർ. ഓക്കെ, അപ്പോൾ ഈ റോട്ടറിൽ എത്ര പോൾസേ ഉള്ളൂ? നമ്മളോട് നോക്കുമ്പോൾ 4 പോൾസേ ഉള്ളൂ. കാരണം നോർത്ത് സൗത്ത് 4 പോൾസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പോൾ പിച്ച് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളുടെ ഈ റോട്ടർ ഞാൻ ഇങ്ങനെ ഒന്നുകൂടി വരച്ച് കഴിഞ്ഞാൽ ഇത് ആണല്ലോ. അപ്പോൾ ഈ റോട്ടർ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യുന്നു, അതായത് റോട്ടർ ഇവിടെ ഈ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് തിരിച്ച് ഈ നോർത്തിലേക്ക് എത്തും. ശരി, അതായത് ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യണം ആക്ച്വലി. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്ന സാധനം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 320 ഡിഗ്രി മെക്കാനിക്കൽ ഡിഗ്രിയാണിത്. ഓക്കെ, ഈ റൊട്ടേഷൻ ചെയ്യുന്ന ഡിഗ്രി എന്നാണ് മെക്കാനിക്കൽ ഡിഗ്രി, കാരണം കറങ്ങുമാണ്, മെക്കാനിക്കൽ ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ മെക്കാനിക്കൽ ഡിഗ്രി വിത്ത് റെസ്പെക്ട് പറയുമ്പോൾ നമ്മളുടെ പോൾ പിച്ച് എന്ന് പറയുന്നത് പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസ്റ്റൻറ്റ് പോൾ അല്ലേ. അപ്പോൾ ഈ 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ അത് സെൻറ്റർ ടു സെൻറ്ററിൻ്റെ ഡെഫിനേഷൻ ഞാൻ വേറൊരു ഫിഗറിൽ കാണിച്ചത്, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ പോൾ പിച്ച്. അപ്പോൾ ഈ പോൾ പിച്ച് എന്ന് പറയുന്നത് ഈ 360 ഡിഗ്രി മെക്കാനിക്കൽ ഉണ്ടല്ലോ, ഈ 360 ഡിഗ്രി എത്ര പോൾ കൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ പി മെക്കാനിക്കൽ, ഇതാണ് പോൾ പിച്ച്. ഓക്കെ, അപ്പോൾ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ പി ആണ് നമ്മളുടെ എന്ത് പറയുക മെക്കാനിക്കൽ ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം, പോൾ പിച്ച് മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് പി. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എപ്പോഴും മെക്കാനിക്കൽ ഡിഗ്രി ആവണമെന്നില്ല, ഇലക്ട്രിക്കൽ ഡിഗ്രി ആവാം അല്ലേ. അപ്പോൾ ആ ഇലക്ട്രിക്കൽ ഡിഗ്രിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. അപ്പോൾ തീറ്റ ഇലക്ട്രിക്കൽ എങ്ങനെ കിട്ടുന്നു പറഞ്ഞാൽ ഇറ്റ് വിൽ ബി P/2 ഇൻറ്റു തീറ്റ മെക്കാനിക്കൽ. ഈ ഫോമുലയും നമ്മൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പല സ്ഥലത്തും ഉപകാരപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ ഡിഗ്രി, ഇപ്പോൾ ഒരു 150 ഡിഗ്രിയാണ് നിങ്ങളുടെ മെക്കാനിക്കൽ എന്ന് പറയുന്നത്, നിങ്ങൾ ഇലക്ട്രിക്കൽ കാണുമ്പോൾ എങ്ങനെ കാണും? നിങ്ങൾ എത്ര പോൾസാണ് തന്നിരിക്കുന്നത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആ 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ഇലക്ട്രിക്കൽ ഡിഗ്രീസ്. ക്ലിയർ? അപ്പോൾ ദിസ് ഈസ് ദ കൺസെപ്റ്റ്. 360 ഡിവൈഡ് ബൈ പി ആണ് നമ്മൾ എന്ത് മെക്കാനിക്കൽ ഡിഗ്രി. ഈ ഇലക്ട്രിക്കൽ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇലക്ട്രിക്കൽ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യേണ്ടി വരും? യു ഹാവ് ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു എന്ത് ചെയ്യണം? P/2 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? പിയും കട്ടാവും. 180 ഡിഗ്രി ഇലക്ട്രിക്കലാണ് കിട്ടുക. ഇതാണ് നമ്മളുടെ പോൾ പിച്ച്. ഓക്കെ, അപ്പോൾ പോൾ പിച്ച് ഇലക്ട്രിക്കൽ ഡിഗ്രിയിൽ എന്താണ് കിട്ടുന്നത്? 180 ഡിഗ്രി ഇലക്ട്രിക്കലാണ് കിട്ടുന്നത്, വേറെ പിയും പരിപാടികളൊന്നുമില്ല. ശരിയല്ലേ? അപ്പോൾ അതായത് ഇതിൻ്റെ അകത്ത് 2 ഫോർമുലകൾ, 2 ഇൻഫറൻസുകളാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് നിങ്ങൾക്ക് പോൾ പിച്ചിന് ആക്ച്വലി 2 ഫോർമുലകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് 360 ബൈ പി മെക്കാനിക്കലും, അതുപോലെ എപ്പോഴും പോൾ പിച്ച് എത്രയായിരിക്കും? 180 ഡിഗ്രി ഇലക്ട്രിക്കലായിരിക്കും. നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഡിഗ്രിയാണ് ചോദിക്കുന്നതെങ്കിൽ എപ്പോഴും പോൾ പിച്ചിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 180 ഡിഗ്രീസ് ആയിരിക്കും. ഇനി മെക്കാനിക്കലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പോൾസ് എത്രയാണ് തന്നിട്ടുള്ളത് അത് നോക്കുക, 360 ഡിവൈഡഡ് ബൈ ആ നമ്പർ ഓഫ് പോൾസ് ചെയ്ത്, അതാണ് നമ്മൾ എന്ത് മെക്കാനിക്കൽ ഡിഗ്രി. സോ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് പോൾ പിച്ച് ഈസ് ഓൾവേസ് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ക്ലിയർ? ഇനി സപ്പോസ് നമ്മളിവിടെ 4 പോൾസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ 4 പോൾസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ പോൾ പിച്ചിൻ്റെ വാല്യൂ എത്ര വരിക? പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എത്ര വരും? 360 ഡിവൈഡഡ് ബൈ 4 അത്രയാ. അപ്പോൾ 9 ഡിഗ്രി മെക്കാനിക്കൽ. ഇനി ഇലക്ട്രിക്കലാണ് എടുക്കുന്നതെങ്കിലോ, ഇലക്ട്രിക്കൽ നിങ്ങൾ നോക്കണ്ടെന്ന്, ഇലക്ട്രിക്കൽ എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ഇലക്ട്രിക്കലായിരിക്കും അതിൻ്റെ വാല്യൂ. ക്ലിയർ? അപ്പോൾ മെക്കാനിക്കൽ ഡിഗ്രീസ് മാത്രമേ മാറുള്ളൂ. ഇലക്ട്രിക്കലിൽ നമ്മൾ പ്രൂവ് ചെയ്തു അത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ ആണ് എത്ര? 180 ഡിഗ്രീസ്. ഓക്കെ, അതാണ് പോൾ പിച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പോൾ പിച്ച് നമ്മളിപ്പോൾ അത് ആംഗിളിൻ്റെ ബേസിലാണ് പറഞ്ഞത്. ഈ പോൾ പിച്ച് നമുക്ക് സ്ലോട്ട്സിൻ്റെ ബേസിൽ പറയാം, എത്ര സ്ലോട്ട് ഉണ്ട് എന്നതനുസരിച്ച് പറയാം. ഓക്കെ, അപ്പോൾ പോൾ പിച്ച് നമുക്ക് സ്ലോട്ടിൻ്റെ ടേമിൽ പറയുവാണെങ്കിൽ പോൾ പിച്ചിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പോൾ പിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ സ്റ്റേറ്റർ. സ്റ്റേറ്ററിൽ എത്ര സ്ലോട്ട്സ് ഉണ്ടോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ്. എത്ര പോൾസ് ഉണ്ടോ എന്ന് നോക്കുക അത്.
അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് S/P. ഇതാണ് നമ്മളുടെ പോൾ പിച്ച് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ നമ്പർ ഓഫ് സ്ലോട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോൾ പിച്ചിനെ പറയാം. ഇറ്റ് ഈസ് ദ S/P, നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ സ്റ്റേറ്റർ, S/P. അപ്പോൾ പുതിയൊരു ഫോർമുല കിട്ടുവാണ് പോൾ പിച്ചിന്. അതാണ് നമ്മുടെ പോൾ പിച്ച് ഈക്വൽ ടു, പോൾ പിച്ചിന് പുതിയൊരു ഫോർമുല, പോൾ പിച്ച് ഈസ് ഈക്വൽ ടു S/P. ദിസ് ഈസ് ദ ഫോർമുല ഫോർ പോൾ പിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് പോൾ പിച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. പോൾ പിച്ച് നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ സ്റ്റേറ്ററിൽ എത്ര സ്ലോട്ട്സ് ആണെന്ന് നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 അല്ലേ, 13 എണ്ണം എഴുതിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എത്ര സ്ലോട്ട്സ് ഉണ്ട്, എത്ര പോൾസ് ഉണ്ട്, 4 പോൾസ്. അപ്പോൾ 13/4 എൻ്റെ പോൾ പിച്ച്. ഓക്കെ, എപ്പോഴും ഇങ്ങനെയൊന്നും വരണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു റഫ് നമ്പർ എടുത്ത് എഴുതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് പോൾ പിച്ച് ഇൻ നമ്പർ ഓഫ് സ്ലോട്ട്സ്. അപ്പോൾ എപ്പോഴും പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, S/P ആയിരിക്കും. ഇനി അടുത്തൊരു ടേം ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോട്ട് ആംഗിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോട്ട് ആംഗിൾ. ഓക്കെ, അപ്പോൾ സ്ലോട്ട് ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഗാമ ഡിഫൈൻ ചെയ്യുക. സ്ലോട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ ആംഗിൾ കോൺട്രിബ്യൂട്ടഡ് ബൈ വൺ സ്ലോട്ട്. ഒരു സ്ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആംഗിളിനെയാണ് സ്ലോട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം മൊത്തം നമ്മളെ റെവല്യൂഷൻ നമുക്കറിയാം. ഓക്കെ, ആ മൊത്തം റെവല്യൂഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എത്ര സ്ലോട്ടാണുള്ളത് അത് സ്ലോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്ലോട്ടിലെ ആംഗിൾ കിട്ടും. അപ്പോൾ ഒരു സ്ലോട്ടിലെ ആംഗിൾ കിട്ടാൻ ഗാമ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ റെവല്യൂഷൻ എത്ര ഡിഗ്രിയാണ്, 360 ഡിഗ്രീനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. എത്ര സ്ലോട്ട് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് എന്ത് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് ഏത് ഡിഗ്രിയിലാണ് ഉണ്ടാവുക, മെക്കാനിക്കൽ ഡിഗ്രിയിലാണ് ഉണ്ടാവുക, ശരിയല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലോട്ട് ആംഗിൾ എന്ന് പറയുന്നത്. സോ സ്ലോട്ട് ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്ലോട്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം, മനസ്സിലായില്ലേ, അതായത് കാരണം എത്ര സ്ലോട്ട്സ് ആണോ ഉള്ളത് ആ സ്ലോട്ട്സിനെ കൺസിഡർ ചെയ്യുക, അതിന് മൊത്തം എത്രയാണോ റിവോൾവ് ചെയ്യുന്ന അതിന് ആ ഡിഗ്രി എടുക്കുക, എത്ര സ്ലോട്ട്സ് ആണോ ഉള്ളത് അത് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 360 ഡിവൈഡ് ബൈ ആ നമ്പർ ഓഫ് സ്ലോട്ട്സ് കിട്ടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ലോട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി ക്യാൻ റൈറ്റ് ഗാമ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ എസ് ഏതിലാണ്, മെക്കാനിക്കലിലാണ്, ശരിയാണല്ലോ. നമുക്ക് മെക്കാനിക്കൽ മാത്രമല്ലല്ലോ നമ്മൾ പഠിക്കുക, നമ്മൾ ഇലക്ട്രിക്കലും പഠിക്കാറില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 360 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എന്ത് ചെയ്യണം, P/2 എന്ന് ചെയ്യണം. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 180 ഇൻറ്റു P/S. അപ്പോൾ 180 ഡിഗ്രി ഇൻറ്റു P/S ആണ് നമ്മളുടെ എന്ത് ഡിഗ്രി, ഇലക്ട്രിക്കൽ ഡിഗ്രി. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും കൂടി മാറ്റി എഴുതാം, 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ S/P എന്ന് എഴുതാമല്ലോ, അല്ലേ. 180 ഡിഗ്രി S/P എന്ന് എഴുതാമല്ലോ. ഈ S/P ആരാ, ഇതല്ലേ S/P. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം, 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പോൾ പിച്ച് എന്ന് എഴുതും. ക്ലിയർ? ഇത് ഏത് ഡിഗ്രീസിലാണ്, ഇലക്ട്രിക്കൽ ഡിഗ്രീസ്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോൾ പിച്ചിന് നമുക്ക് കിട്ടുന്ന ഫോർമുലകളാണ് ഗാമ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ എസ് മെക്കാനിക്കല്, അതുപോലെ നമുക്ക് കിട്ടുന്നതാണ് 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ S/P. ഓക്കെ, ദീസ് ടു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു 2 ഫോർമുലാസാണിത്. ദാറ്റ് ഈസ് 180 360 ഡിഗ്രി ഡിവൈഡ് ബൈ എസ് അല്ലെങ്കിൽ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ S/P. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, നമ്മൾ പോൾസും നമ്മൾ നമ്പർ ഓഫ് സ്ലോട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോൾ പിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള ടേംസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ഡെഫിനേഷനുകൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷനാണ് പോൾ പിച്ചിൻ്റെ ഒക്കെ. പോൾ പിച്ച് നമ്മൾ നമ്പർ ഓഫ് പോൾസിലും ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോൾസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ 360 ഡിവൈഡഡ് ബൈ ഫോർമുലാസ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇത് 360 ഡിവൈഡഡ് ബൈ P മെക്കാനിക്കലാണെങ്കിൽ, അല്ലെങ്കിൽ 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ഇനി സ്ലോട്ട്സിലേക്ക് വരുമ്പോഴോ നിങ്ങൾ ഈ പോൾസ് മാറ്റിയിട്ട് എവിടെ S ആക്കിയാലും മതി, മനസ്സിലായില്ലേ. അപ്പോഴും കിട്ടുന്നതാണ് എന്ത്, സ്ലോട്ട് ആംഗിൾ. ഓക്കെ, നിങ്ങൾ പോൾ പിച്ച് 360 ബൈ P ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പോൾ പിച്ച് കിട്ടും. ഇനി സ്ലോട്ട് ആംഗിൾ ആണ് ചെയ്യേണ്ടെങ്കിൽ ഡിവൈഡ് ബൈ S ചെയ്താൽ Pക്ക് വരെ S ചെയ്താൽ നമുക്ക് സ്ലോട്ട് ആംഗിൾ കിട്ടും. ഓക്കെ,
ഇനി 180 ഡിഗ്രി മാത്രമാണെങ്കിൽ അതിന് പോൾ പിച്ച് എന്ന് പറയും. 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ S/P കൂടി ഉണ്ടെങ്കിൽ ഇത് ഇലക്ട്രിക്കലാണ്. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സ്ലോട്ട് ആംഗിൾ കിട്ടും. ഓക്കെ, പോൾ പിച്ചിൻ്റെ അതർ ഡെഫിനേഷനാണ് എന്ത്, S/P. ഇതും കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് പോൾ പിച്ച്, മറ്റുള്ള കാര്യങ്ങൾ, ഒരു ടേൺ എന്താണ്, സ്ലോട്ട് എന്താണ്, എല്ലാ കാര്യങ്ങളും ഓർക്കുക. സെഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിൻ്റെ കാര്യമൊക്കെ നോക്കാം. ഓക്കെ, പിന്നെ ഈ ഹാർമോണിക്സിന് നോക്കുക. നമ്മുടെ ഷോർട്ട് പിച്ച് വൈൻഡിങ് ആണെങ്കിൽ നമുക്ക് ലോവർ ഓർഡർ ഹാർമോണിക്സ് അല്ലെങ്കിൽ ഡോമിനൻ്റ് ഹാർമോണിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, കുറക്കാൻ പറ്റുക. അതായത് 3, 5, 7 ഒക്കെയാണ് ഷോർട്ട് അല്ല, അപ്പോൾ ഷോർട്ട് പിച്ച് ലോവർ ഓർഡർ എന്ന് ഓർത്താൽ മതി. ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ എന്ത് ഹയർ ഓർഡർ ഹാർമോണിക്സ് കുറക്കുക. ഫ്രാക്ഷണൽ അല്ലെങ്കിൽ സ്ലോട്ട് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കുറക്കാം, സ്ലോട്ട് അല്ലെങ്കിൽ ടൂത്ത് ഹാർമോണിക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾ ഏത് നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്ട് നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് ഈ പോൾ പിച്ചിനെ തന്നെ നമുക്ക് പിച്ചുകളെ 2-3 തരത്തിൽ ഡിവൈഡ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ KP KD എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ ഓക്കെ ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.